61ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയെ വരവേൽക്കാൻ പാലാ ഒരുങ്ങി. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 13 മുതൽ 16 വരെയാണ് മേള നടക്കുക. കൗമാര പ്രതിഭകളുടെ കായിക കുതിപ്പിനെ വരവേൽക്കാൻ കെ.എം. മാണി അധ്യക്ഷനായുള്ള 18-അംഗ സബ് കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. 95 ഇനങ്ങളിലായി 3000-ഓളം കായിക താരങ്ങളാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മാറ്റുരയ്ക്കാൻ പാലായിലെത്തുക. ഇവർക്ക് പുറമെ 305 ഒഫീഷ്യലുകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് പാലാ സ്കൂൾ കായികമേളയ്ക്ക് ആതിഥ്യമരുളുന്നത്. കെ.എം. മാണി എം.എൽ.എ അധ്യക്ഷനായുള്ള 18-അംഗ സബ് കമ്മിറ്റിയാണ് മേളയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഏകോപിപ്പിക്കുന്നത്. ഫെൻസിങ്ങിൻ്റെ പണി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടോയ്ലറ്റുകൾ പണിയും. അതിനുശേഷം നമ്മൾ വാടകയ്ക്ക് ബാക്കി ടോയ്ലറ്റുകൾ എടുക്കും. പിന്നെ താൽക്കാലിക ഗാലറിയും കൂടെ നമ്മൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഉള്ള അക്കോമഡേഷനൊക്കെ ഇവിടെ സ്കൂളുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. നാഷണൽ സെക്രട്ടേറിയറ്റ് സ്പോർട്സ് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ ചുമതലയിൽ സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ 3ാമത്തെ സ്റ്റേഡിയമാണ് പാലായിൽ പൂർത്തിയായി വരുന്നത്. സ്പോർട്സ് കോംപ്ലക്സ്, രാജ്യാന്തര നിലവാരമുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, 25 മീറ്റർ നീളമുള്ള നീന്തൽക്കുളം ഉൾപ്പെടെ സ്റ്റേഡിയത്തിന്റെ 85% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. 21 കോടിക്ക് പുറമെ 3.5 കോടി രൂപയും സർക്കാരിൽ നിന്നും പുതുതായി അനുവദിച്ചിട്ടുണ്ട്. ഫോട്ടോ ഫിനിഷ് ക്യാമറ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർ അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങളുടെ സാന്നിധ്യവും ഇത്തവണത്തെ കായികമേളയുടെ പ്രത്യേകതയായിരിക്കും. റിപ്പോർട്ടർ, കോട്ടയം.